ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മാനസ കൃഷിനെ തീർക്കാനായി കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ കൊട്ടേഷൻ ടീമിലെ ഗുണ്ടകളെ വിളിച്ച് മാനസ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. കൃഷിൻ്റെ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് ഗുണ്ടകൾ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കൺമണിയാണെങ്കിൽ ബലരാമൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൃഷും സാഗറും സുജുവും കൃപയും കൂടി അമ്പലത്തിലേക്ക് എത്തുകയാണ് വഴിപാടുകൾ ചെയ്യാൻ. അങ്ങനെ അമ്പലത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയതിനു ശേഷം കൃഷ് വേഗം തന്നെ ഫോൺ എടുത്ത് കൺമണിയെ വിളിക്കുകയാണ്. കൺമണി ഫോൺ എടുത്തുകൊണ്ട് കൃഷിനോട് സംസാരിക്കുന്നുണ്ട്. സാറും സാഗർ സാറും മാത്രമാണോ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് കൺമണി അങ്ങനെ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്, അമ്മയും കൃപയും എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അങ്ങനെ പറയുകയാണ്. കൺമണി ഇപ്പോൾ പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഞാൻ അവിടെ ഉണ്ടെന്ന് സാറ് വിചാരിച്ചോളൂ. വഴിപാടുകൾ ചെയ്യേണ്ടതൊക്കെ അമ്മയ്ക്കറിയാം, അമ്മ പറയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാണ്. പിന്നീട് കൺമണി പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ഇന്നിവിടെ ഒരു സംഭവം നടന്നു. എന്നെ ക്ലീനിങ് സ്റ്റാഫിൽ നിന്നും ബലരാമേട്ടൻ വീണ്ടും ഡിസൈനറിലേക്ക് മാറ്റി. എന്നോട് ഡിസൈൻ ചെയ്താൽ മതി, ഇനി ക്ലീനിങ് സ്റ്റാഫ് ആവണ്ട എന്ന് പറഞ്ഞു. മാനസിക്ക് നല്ലൊരു തിരിച്ചടിയാണ് കിട്ടിയത് എന്ന സന്തോഷ വാർത്ത കൺമണി അങ്ങനെ കൃഷിനോട് പറയാണ്. ഇത് കേട്ട് കൃഷും ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ കൺമണിയും കൃഷും ഫോണിൽ സംസാരിച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണ്. പിന്നീട് സാഗർ കൃഷിനെ വിളിക്കുന്നുണ്ട്. എടാ വാ, സമയമായി എന്ന് പറയാണ്. അങ്ങനെ കൃഷ് കൺമണിയെ ഡിസൈനറിലേക്ക് മാറ്റിയ കാര്യം അവരോടെല്ലാവരോടും പറയുകയാണ്. പിന്നീട് സുജു അങ്ങനെ വഴിപാടുകളെല്ലാം ചെയ്യണമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അങ്ങനെ കുറേ വഴിപാടുകളൊന്നും നടത്തണ്ട, ഒരു അർച്ചന മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുജുവും കൃഷും അവിടെ വെച്ച് സാഗറിനെ നടുക്കെ നിർത്തി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അങ്ങനെ സാഗറിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് സുജു വഴിപാട് നടത്താനായി പോവുകയാണ്. കൃഷിയാണെങ്കിൽ തൊഴാനും പോകുന്നുണ്ട്. ഗുണ്ടകളാണെങ്കിൽ കൃഷിനെതിരെയുള്ള കൊട്ടേഷന്റെ ഭാഗമായി അവസരം കാത്തങ്ങനെ നിൽക്കുകയാണ് അമ്പലത്തിൽ. പിന്നീട് ശാന്തമായി ആണെങ്കിൽ ഒരു ബില്ലെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൺമണിയെ കൊണ്ട് വാങ്ങിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. സുലോചനമായി എന്താണ് ആ ബില്ലിൽ എഴുതിയിരിക്കുന്നതെന്ന് അങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് സോപ്പ്, പൗഡർ, ചീപ്പ് ഇതെല്ലാമാണ് ശാന്തമായി ബില്ലിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണോ അത്യാവശ്യമുള്ള സാധനങ്ങളെന്ന് സുലോചനമായി ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. ധനലക്ഷ്മി അപ്പോൾ പറയുന്നുണ്ട്, ഇതെല്ലാം വേണ്ടത് തന്നെയാണ്, അമ്മായി ആവശ്യമുള്ളതൊക്കെ എഴുതിക്കോ എന്ന് ധനലക്ഷ്മി അങ്ങനെ ശാന്തമ്മായിയോട് പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് ആധാരം പണയം വെച്ച് ക്യാഷ് എടുത്ത ഫിനാൻസ് ഓഫീസിലെ മാനേജർ വരികയാണ്. ആ മാനേജർ ധനലക്ഷ്മിയെയും ശാന്തമ്മയെയും കാണുന്നതും അവരോട് പറയുന്നുണ്ട്, എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണമെന്ന്. ധനലക്ഷ്മി അപ്പം തന്നെ ശ്രീനിവാസിനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ഇത് അച്ഛനെ കാണാൻ ആരോ വന്നിരിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ആളെ കാണുന്നതും ശ്രീനിവാസിന് മനസ്സിലാവുന്നുണ്ട്. സാറോ എന്ന് കയറിയിരിക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനിവാസിന്റെ കയ്യിൽ നിന്നും ആ പണം നഷ്ടപ്പെട്ട കാര്യമെല്ലാം മാനേജർ അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. 2-3 ദിവസമായിട്ടുള്ളൂ ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട്. എന്തായാലും ഇനിയിപ്പോൾ ആ ക്യാഷ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ മാസം അടവ് അടയ്ക്കേണ്ടതാണ്. അതിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ സമ്മതിക്കില്ല. നിങ്ങൾ തിരിച്ച് ക്യാഷ് അടച്ചില്ലെങ്കിൽ ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവും. പിന്നെ എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, രാഷ്ട്രീയക്കാരെയൊന്നും വന്ന് എന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും നിങ്ങൾ ക്യാഷ് തിരിച്ചടച്ചേ പറ്റൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് ആ ഫിനാൻസ് ഓഫീസർ അവിടെ നിന്നും പോകുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശാന്തമായും ധനലക്ഷ്മിയും ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന് ശ്രീനിവാസനെ ഒരു നോട്ടവും നോക്കി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കൃഷും സാഗറും കൃപയും സുജും എല്ലാവരും തന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരികയാണ്. സുജു ആണ് പ്രസാദം വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. ബാക്കി ആരും പ്രസാദം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വഴിപാട് നടത്തിയ ആൾക്ക് തന്നെ ആദ്യം പ്രസാദം തൊട്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് സുജു അങ്ങനെ കൃഷിൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു കൊടുക്കുകയാണ്. കൃഷും സുജുവും അപ്പോൾ പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കൃഷിനപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കൃപയ്ക്കും സാഗറിനും സുജു ചന്ദനം തൊട്ടു കൊടുക്കുകയാണ്. അതിനുശേഷം പ്രസാദം കിട്ടിയിട്ടുണ്ട്, അത് കഴിക്കുകയെന്ന് സുജു അങ്ങനെ കൃഷിനോട് പറയുന്നുണ്ടെങ്കിലും കൃഷി അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. സുജു സാഗറിനോട് കൃഷിനോട് കഴിക്കാൻ നിർബന്ധിക്കാൻ പറയുന്നുണ്ടെങ്കിലും സാഗർ പറഞ്ഞിട്ടും കൃഷി കേൾക്കുന്നില്ല. അങ്ങനെ സുജുവിന് ദേഷ്യം വന്ന് മര്യാദയ്ക്ക് ഇത് കഴിക്കടാ എന്ന് പറഞ്ഞ് സുജു തന്നെ പ്രസാദം എടുത്ത് കൃഷിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കൺമണി ഇരുന്നിരിപ്പിൽ തന്നെ 2-3 ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഡിസൈനെല്ലാം വരച്ച് പൂർത്തിയാക്കിയതിനു ശേഷം കൺമണി അത് നേരെ കൊണ്ടുപോയി ദേവ്ജി എടുത്ത് കൊടുക്കുകയാണ്. ദേവ്ജി, ഇതൊന്ന് നോക്കിക്കേ, എനിക്ക് കുറേ ദിവസമായില്ലേ ഡിസൈൻ ചെയ്തിട്ട്, അതുകൊണ്ട്
ഒരു പൂർത്തിയാവാത്തതുപോലെ ഇതൊന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന് പറയുന്ന കൺമണി അങ്ങനെ ദേവിജിയോട് ചോദിക്കുമ്പോൾ ദേവിജിയും മഹിയും അത് നോക്കുകയാണ്. ദേവിജി എന്നിട്ട് പറയുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കൺമണി, ഒന്നുകൂടി നിനക്ക് വരയ്ക്കാനുള്ള പവർ കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് ദേവിജി അങ്ങനെ കൺമണിയെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. മഹിയും അതുപോലെ തന്നെ കൺമണിയോട് വരച്ചത് നന്നായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ കൺമണി വരച്ച ഡിസൈനെല്ലാം ബലരാമനെ കാണിക്കാൻ പോകാൻ നിൽക്കുന്നതും അങ്ങോട്ടേക്ക് ബലരാമനും മാനസയും വരുന്നുണ്ട്. കൺമണിയോട് ബലരാമൻ ഇതുവരെ വരച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, വരച്ചു കഴിഞ്ഞു സാർ, ഞാൻ സാറിനെ കാണിക്കാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ബലരാമൻ ആ ഡിസൈനെല്ലാം വാങ്ങി അങ്ങനെ നോക്കുകയാണ്. എന്നാൽ മാനസയ്ക്കാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ആ 3-4 ഡിസൈൻ നോക്കിക്കഴിഞ്ഞതും ബലരാമൻ ദേഷ്യത്തോടെ അതെല്ലാം കീറിക്കളയാണ്. അത് കണ്ടു നിൽക്കുന്ന കൺമണിയും ദേവജിയും മഹിയും ആകെ ഷോക്കാവുന്നുണ്ട്. കൺമണിക്ക് വളരെ സങ്കടമാവുകയാണ്. ബലരാമൻ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി ഇതെന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? LKG കുട്ടികളോട് വരയ്ക്കാൻ പറഞ്ഞതുപോലെയല്ല ഞാൻ നിന്നോട് വരയ്ക്കാൻ പറഞ്ഞത്. ഇതാണോ നീ വരച്ച ഡിസൈൻ? മാനസ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഈ ഡിസൈനർ പോസ്റ്റിലിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. നാളെ തൊട്ട് മാനസ പറഞ്ഞ ജോലി തന്നെ നീ ചെയ്താൽ മതി എന്നങ്ങനെ ബലരാമൻ കർക്കശമായി കൺമണിയോട് പറയാണ്. ഇതെല്ലാം കേട്ട് മാനസയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ബലരാമൻ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ മാനസ കൺമണിയെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ബലരാമൻ നിന്നെ ഡിസൈനർ പോസ്റ്റിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ നിനക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ. എൻ്റെ മുന്നിൽ നീ ജയിച്ചതുപോലെയല്ലേ വിചാരം കാണിച്ചിരുന്നത്? ഇപ്പം മനസ്സിലായോടി നിനക്ക് പറഞ്ഞ ജോലി ക്ലീനിങ് തന്നെയാണ്, നീ അത് തന്നെ ചെയ്താൽ മതിയെന്ന് മാനസ അങ്ങനെ കൺമണിയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കൺമണിയാകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് മാനസ പോയതിനു ശേഷം ദേജിയും മഹിയും കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സാർ ഇവരെല്ലാം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൺമണി അങ്ങനെ ദേജിയോട് ചോദിക്കുമ്പോൾ ദേജി പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, ഇതെല്ലാം അവരുടെ ഈഗോ ആണ്, അതിൻ്റെ പ്രശ്നമാണെന്ന് അങ്ങനെ പറഞ്ഞ് കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ബലരാമനും മാനസയും അങ്ങനെ സംസാരിക്കുകയാണ്. മാനസയുടെ സന്തോഷം ബലരാമന് മനസ്സിലാവുന്നുണ്ട്. ബലരാമൻ പറയുന്നുണ്ട്, മാനസ നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇനി ഇവിടെ നിന്റെ തീരുമാനങ്ങൾക്കാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. നീ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം ഞാൻ നടത്തിത്തരുമെന്ന് ബലരാമൻ അങ്ങനെ മാനസയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് മാനസ. അതിനുശേഷം ശാന്തമ്മയും സുലോചനമ്മയും വീട്ടിൽ വെച്ച് നല്ല വഴക്കാണ്. ആ ഫിനാൻസ് മാനേജർ വന്നതിനെ കുറിച്ച് തന്നെയാണ് ശാന്തമ്മ ഇങ്ങനെ സുലോചനമ്മയോട് ചോദിക്കുന്നത്. അങ്ങനെ അവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ശാന്തമ്മയുടെ കൂടെ ചേർന്ന് ധനലക്ഷ്മിയും ശ്രീനിവാസനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ആ ക്യാഷ് തിരിച്ചടച്ചേ മതിയാവൂ അച്ഛൻ, ഇല്ലെങ്കിൽ ഞാനും മനോജേട്ടനും കൂടി അച്ഛനെതിരെ കേസ് കൊടുക്കും എന്നെല്ലാം ധനലക്ഷ്മി അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രീനിവാസനും വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ശ്രീനിവാസനും ധനലക്ഷ്മിയും ശാന്തമ്മയും എല്ലാവരും കൂടി അങ്ങനെ വഴക്കുണ്ടാവുകയാണ്. പിന്നീട് അമ്പലത്തിൽ തൊഴുത് പ്രസാദമെല്ലാം കഴിച്ചതിന് ശേഷം സുജുവും കൃഷും സാഗറും കൃപയും കാറിലേക്ക് കയറാനായി പോവുകയാണ്. അപ്പോഴേക്കും കൃഷിനൊരു കോള് വരുന്നുണ്ട്. കൃഷി അങ്ങനെ ആ കോളും അറ്റൻഡ് ചെയ്ത് ഫോണിൽ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. സാവകറും കൃപയും വേഗം തന്നെ കാറിൽ കയറിയിരിക്കുന്നുണ്ട്. സുജു ആണെങ്കിൽ കൃഷി വരട്ടെ എന്ന് പറഞ്ഞ് കാറിൽ കയറാതെ കൃഷിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി ഒറ്റയ്ക്കാണെന്നറിഞ്ഞ് ആ 2 ഗുണ്ടകളും കൃഷിന്റെ അടുത്തേക്ക് ഒരു വടിവാളുമായി വരികയാണ്. കൃഷിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സുജു ഇത് കാണുന്നുണ്ട്. കൃഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും കൃഷി ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് സുജുവിന്റെ വിളി കേൾക്കുന്നില്ല. അങ്ങനെ സുജു കൃഷിയെ എന്ന് വിളിച്ചുകൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് കൃഷിനെ രക്ഷിക്കാനായി ഓടിപ്പോവുകയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ കൃഷിനെ വടിവാളുമായി വെട്ടാൻ നിൽക്കുന്നതും സുജു വേഗം കൃഷിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ ഗുണ്ടകൾ നേരെ ആ വെട്ടു കൊടുക്കുന്നത് സുജുവിൻ്റെ കയ്യിലാണ്. സുജുവിൻ്റെ കൈ മുറിഞ്ഞ് അങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പം തന്നെ ആ 2 ഗുണ്ടകളും അവിടെ നിന്നും വേഗം ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. സുജുവിനെ വേഗം കൃഷി താങ്ങുന്നുണ്ട്. എന്നിട്ട് സാഗറും കൃപയും എല്ലാവരും അങ്ങോട്ട് ഓടിയെത്തി സുജുവിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് കൺമണിയെ ഓഫീസ് ടൈമിൽ കൃഷി അങ്ങനെ വിളിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ വെട്ടേറ്റു എന്ന സംഭവം അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ ടെൻഷനായ കൺമണി ഞാൻ ഇപ്പം തന്നെ വരാം സാർ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് ബാഗും എടുത്ത് പോവാനായി നിൽക്കുകയാണ്. ദേജിയോടും മഹിയോടും കൺമണി അങ്ങനെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കൺമണി മാനസിയോട് പറയാതെ പോവാൻ നിൽക്കുന്നതും അങ്ങോട്ടേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ബലരാമനും മാനസിയും വരികയാണ്. കൺമണി ഓഫീസ് ടൈമിൽ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ബലരാമനും മാനസിയും അങ്ങനെ ചോദിക്കുമ്പോൾ കൺമണി കാര്യം പറയുന്നുണ്ട്. എന്നാൽ ബലരാമനും മാനസിയും കർശനമായി തന്നെ കൺമണിയോട് ഇപ്പോൾ പോവണ്ട, ഓഫീസ് ടൈമാണ് ഇതെന്ന് പറയാണ്. അങ്ങനെ
കൺമണിക്ക് അവിടെ നിന്നും പോവാൻ പറ്റാത്ത സങ്കടത്തിൽ കൺമണി അങ്ങനെ നിൽക്കുകയാണ്. ബലരാമൻ ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സുജുവിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. മാനസ വീണ്ടും കൺമണിയോട് പറയുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം നീ ചെയ്യണം. അല്ല എൻ്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് ഇവിടെ നിന്നും പോവാനാണ് ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിനക്ക് ഇരട്ടി പണിയായിരിക്കും ഞാൻ തരുന്നതെന്ന് മാനസ അങ്ങനെ കൺമണിയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിച്ച സുജുവിൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ചെറിയ മുറിവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കൃപയും കൃഷും പുറത്തു നിന്ന് സുജുവിനെ കാണാനായി റൂമിലേക്ക് വരികയാണ്. കൃഷി എന്നിട്ട് സുജുവിനോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുജു അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടടാ, നിങ്ങളൊക്കെ അടുത്തുണ്ടല്ലോ, അപ്പം തന്നെ എനിക്ക് വലിയ സമാധാനമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയെ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ബലരാമൻ വരികയാണ്. സുജു അപ്പോൾ ബലരാമനോട് പറയുന്നുണ്ട്, ഒന്നുമില്ലടാ, എനിക്ക് ചെറിയൊരു മുറിവേ പറ്റിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. സുജു അങ്ങനെ കൃഷിനെയാണ് ആ ഗുണ്ടകൾ ആക്രമിക്കാൻ നോക്കിയതെന്ന കാര്യം ബലരാമനോട് പറയുന്നുണ്ട്. ബലരാമനാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങനെ കൃഷ്ണയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.